D'sCookingൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ബിരിയാണിയാണ്, ഒരു സിമ്പിൾ ടൊമാറ്റോ ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെ പ്രഷർ കുക്കറിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ അതിനു മുമ്പായി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. കൂടെ തന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കണം. അപ്പോൾ അത് വേഗം വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നല്ലോണം ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായി ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു ബേ ലീഫ് എടുക്കാം, ഒരു കഷ്ണം പട്ട, അഞ്ചോ 6 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു തക്കോലം, ഒരു കഷ്ണം ജാതിപത്രി, അടുത്തതായി 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും ഗരം മസാലകളാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഈ ഗരം മസാലയുടെ കൂടെ നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. അതിനായി ഞാനിവിടെ 2 വലിയ തക്കാളി ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ഗരം മസാലയും തക്കാളിയും കൂടി ചേർത്ത് നല്ലൊരു ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചു കൊണ്ടുവരാം. ആ പേസ്റ്റ് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെയും തക്കാളിയുടെയും പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റും ഒരു ഇത്തിരി ഗ്രീൻ പീസുമാണ്. നിങ്ങൾക്കിഷ്ടമുള്ള പച്ചക്കറികൾ നിങ്ങൾക്കിതിൽ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2-3 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുതിനയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. അതുപോലെ തന്നെ കുറച്ചധികം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ 3 ഗ്ലാസ് ബാസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനുള്ള 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അരി ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അരി ഇട്ടതിന് ശേഷം ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
വെള്ളം ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ എരിവിനായി 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുകയും ചെയ്യും. ചെറിയൊരു പുളിപ്പ് രസം കിട്ടുകയും ചെയ്യും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത്തിരി മല്ലിയില കൂടി തൂകി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 1 വിസിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ ഉടഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ സജഷൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് D'sCooking.